ഇപ്പൊ നേരെ ആയില്ലേ? അത് ഇതുമായിട്ട് കറക്റ്റായി. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. അല്ല, എന്ത് വിശദീകരണമാണ് അവിടെ നടത്താൻ പോകുന്നത്? കല്യാണം. എടാ, രാഷ്ട്രീയം എഴുതി വെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ വിശദീകരണ യോഗം. നീ ബംഗാളിയൊന്നുമല്ലല്ലോ? ഞാൻ തനി മലയാളിയാണ്. ആണല്ലോ. ഇത് എഴുതിയിരിക്കുന്നത് മലയാളമാണ്. വായിക്കാറിയെങ്കിൽ വായിച്ചു നോക്കൂ. രാഷ്ട്രീയ വിശദീകരണം വായിക്കാനൊക്കെ അറിയാം. ഇതൊക്കെ ഈ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ വെക്കാൻ പാടുണ്ടോ? അത് ചോദിക്കാൻ താൻ ആരാണ്? ഞാൻ ആരായിക്കോട്ടെ, ഇത് വെക്കാൻ പാടുണ്ടോ? പാടുണ്ട്, ഒരുപാട് പാടുണ്ട്. ഇത് ഞങ്ങൾ ഏണി വെച്ച് കയറി ഒരു രണ്ടാളും കൂടെ ആ പോസ്റ്റിൽ ഒരുപാട് പാടുണ്ട്. ഇത് വെക്കാൻ പെട്ടെന്നൊന്നും അങ്ങനെ വെക്കാൻ പറ്റൂല. ഇത് മര്യാദയ്ക്ക് എടുത്ത് കളത്തണം, അല്ല എന്റെ സ്വഭാവം മാർക്കട്ടെ. ഇതൊന്നും വെക്കാൻ പാടില്ല. ഇതൊക്കെ നിയമമുള്ളതാണ്. ഞാൻ ആരോട്ട് ഇതൊക്കെ നിയമമുള്ളത്? നിയമത്തിന്റെ ആളാണ്. നിയമത്തിന്റെ ആളാണ്. ഇതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് വെക്കാൻ പാടില്ലെന്ന്. മനസ്സിലായോ? നിന്നോട് പറഞ്ഞിരുന്നോ? ചിലപ്പോ എന്റെ അടുത്ത് പറയാം, എന്റെ അമ്മയുടെ അടുത്ത് പറയാം, ചിലപ്പോ എന്റെ അച്ഛന്റെ അടുത്ത് പറയാം. നീ വീട്ടിൽ പോയി പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് എടുത്ത് കളക്കണം, എന്റെ സ്വഭാവം മാറും. നീ നിയമമൊന്നും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? നീ ആരായിക്കോട്ടെ, നീ എന്തിനാ നീ എന്നെ വരട്ടുന്ന? നീ ആരടാ? ഞാൻ ആരാ? ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനാണ്. മുട്ട കൊണ്ട് വിരിഞ്ഞു. മര്യാദയ്ക്ക് അവനെ ആരെയും എനിക്കെന്താ ഈ നിൽക്കുന്ന പിള്ളേരെല്ലാം അവിടെ നിന്റെ വീടുകാരിൽ ഇറങ്ങും. പിന്നെ കളിക്കുന്നു. നമസ്കാരം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. ഈ സംഭവങ്ങൾ കണ്ടോ? ഇതൊക്കെ നാട്ടിന് അനീതിയായിട്ട് കാണിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു തുക്കട രാഷ്ട്രീയക്കാരനാണ്. അവൻ നമ്മുടെ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ, അതായത് കോടതിയിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഇയാളാണ് നിയമം ലംഘിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ, ഇവനൊക്കെ വല്ല രാഷ്ട്രീയക്കാരും മന്ത്രിയായ നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾ ഷെയർ മാക്സിമം ഷെയർ. ഞാനിത് വെറുതെ ഈ വഴി നടന്നു പോയപ്പോൾ ഒന്ന് ചോദിച്ചു പോയി, ഇതിൽ വെക്കാൻ പാടില്ല, കോടതി നിയമം ലംഘിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവനൊക്കെ എന്നെ അടിച്ചുപോയി. ഇവരൊന്ന് വെറുതെ വിടരുത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലെ രാഷ്ട്രീയക്കാരന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം. എല്ലാം തുടച്ചു തീക്കണം. ഉണരൂ പ്ലീസ്.